നമസ്കാരം. PM ശ്രീ കേന്ദ്ര പദ്ധതി അത് കേരളത്തിലെ LDFിൽ വലിയ പൊട്ടിത്തെറിക്ക് ഇടയാക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള ഇടതു സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ കൂട്ടുകക്ഷിയായ CPI അതിശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ സെക്രട്ടറി ഒപ്പിട്ടത്. CPMന്റെ ഒരു തീരുമാനമായിരുന്നു അത്. കാലങ്ങളായി CPI മന്ത്രിസഭാ യോഗങ്ങളിലും പുറത്തുമൊക്കെ PM ശ്രീ പദ്ധതിയെ അതിശക്തമായി നഖശികാന്തം എതിർത്ത് വരികയായിരുന്നു. എന്നിട്ടും CPIയുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ CPM ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മന്ത്രിമാരെ പിൻവലിക്കാനുള്ള നീക്കം CPI എടുക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കടുത്ത നടപടിയിലേക്ക് CPI പോവുകയാണെങ്കിൽ ചിലപ്പോൾ CPI ഇടതുമുന്നണി വിടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കാരണം CPIയെ സംബന്ധിച്ച് ഇതൊരു പ്രസ്റ്റീജ് വിഷയമാണ്, ഇതൊരു അഭിമാന പ്രശ്നമാണ്. എല്ലാ കാലത്തും CPMന്റെ ചവിട്ടും കുത്തുമേറ്റ് തൊഴുത്തിൽ കഴിയേണ്ട ഗതികേട് CPIക്ക് ഇല്ല എന്ന് CPIയിലെ വലിയൊരു വിഭാഗം തന്നെ പറയുന്നു. 2022 രാജ്യത്ത് ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കിയത് മുതൽ ഏറ്റവും ശക്തമായി ഈ പദ്ധതി എതിർത്തു വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി CPI ആണ്. CPI സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ തലത്തിൽ പോലും ഈ പദ്ധതി എതിർക്കുകയാണ്. അതിന് CPI പറയുന്ന കാരണം ഈ PM ശ്രീ പദ്ധതിയുമായി കൈകൊടുത്താൽ ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് നടപ്പാക്കേണ്ടി വരും. അത് RSSന്റെ അജണ്ടയാണ്. ആ RSSന്റെ അജണ്ട നടപ്പാക്കാൻ CPI കൂടി അംഗമായ ഒരു ഇടതു സർക്കാർ എന്തിനു ശ്രമിക്കുന്നു എന്ന ചോദ്യമാണ് CPI ഉയർത്തുന്നത്. കാലങ്ങളായി CPI ഉയർത്തിയ ഈ പ്രതിരോധത്തിനെ ഒരു ദിവസം കൊണ്ടാണ് ചീട്ടുകൊട്ടാരം പോലെ CPM തകർത്ത് കളഞ്ഞത്. CPMന്റെ പ്രത്യേകിച്ച് കേരളത്തിലെ CPMന്റെ പിണറായി വിജയന്റെ മോദി ഭക്തിയെ കുറിച്ച് വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ CPMും പിണറായിയും മോദിയും തമ്മിൽ വലിയ അന്തർധാരയുണ്ടെന്നും ഇവർ തമ്മിൽ രഹസ്യ കൂട്ടുകച്ചവടമുണ്ടെന്നും കോൺഗ്രസ് തന്നെ ആരോപിക്കുന്നു. അതിപ്പോൾ അന്വർത്ഥമാകുന്ന തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളാണ് CPM ഈ ഒരു തീരുമാനമെടുത്തത്, PM ശ്രീയുമായി കൈ കൊടുക്കാനുള്ള തീരുമാനമെടുത്തത്. ആ ഘട്ടത്തിൽ തന്നെ CPI എതിർപ്പുമായി വന്നിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് എതിർപ്പ് അറിയിച്ചത്. ഈ ബിനോയ് വിശ്വത്തിന്റെ എതിർപ്പിനെ കുറിച്ച് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ പരമപുച്ഛത്തോടു കൂടിയാണ് CPIയോ എന്ന രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചത്. ഇതൊക്കെ CPIയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ASF, AYF അടക്കമുള്ള CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ പരസ്യമായി തെരുവിൽ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു. CPIയുടെ വലിയൊരു വിഭാഗം നേതാക്കൾ, വലിയൊരു വിഭാഗം അണികൾ ഒക്കെ തന്നെ CPMന്റെ ഈ തീരുമാനത്തെ ഒരിക്കലും അംഗീകരിക്കില്ല. പല ഘട്ടങ്ങളിൽ, പല കാലങ്ങളിൽ, പല വിഷയങ്ങളിൽ പിണറായി സർക്കാരിന്റെ 9 വർഷക്കാലത്ത് CPIക്ക് സഹിക്കേണ്ടി വന്നു. കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ പിണറായി വിജയന്റെ വാക്കുകൾക്ക് വഴങ്ങി മാത്രമാണ് CPI മുന്നോട്ട് പോയിട്ടുള്ളത്. അങ്ങനെ അന്തസ്സ് പണയപ്പെടുത്തി നട്ടല് വളച്ച് ഇത്രയും കാലം CPMന്റെ മുന്നിൽ നിന്നെങ്കിൽ ഈ PM ശ്രീ പദ്ധതിയിൽ അത്തരത്തിൽ നിൽക്കേണ്ടതില്ല എന്ന് CPI തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്നുള്ളത് CPI കനത്ത പ്രതിരോധം തീർക്കും. ഈ മുന്നണിയിൽ നിന്ന് തന്നെ വേണമെങ്കിൽ പുറത്തേക്ക് പോകും. അതിന്റെ മുന്നോടിയായി ഏറ്റവും നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് CPI എത്തുകയാണ്. 4 മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കാൻ CPI ഏറെക്കുറെ തീരുമാനിച്ചിരിക്കുന്നു. അടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ അത് സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം CPI എടുക്കും.